സൈറൺ മുഴക്കി പാഞ്ഞെത്തുന്ന പോലീസ് വാഹനങ്ങൾ കാക്കിയെണ്ണിഞ്ഞ് കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് എത്തുന്ന പോലീസുകാർ കണ്ടുനിന്നവർ ആദ്യം ഒന്ന് അമ്പരന്നു. എന്തെങ്കിലും വലിയ സംഭവം നടന്നു എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. എന്നാൽ അവിടെ നടന്നത് ജീവൻ രക്ഷിക്കാൻ സ്വന്തം രക്തം പങ്കുവയ്ക്കുന്ന മഹത്തായ സേവന ദൗത്യമായിരുന്നു. സാധാരണയായി കുറ്റവാളികളെ പിന്തുടരാനും നിയമം കാക്കാനും ഓടി നടക്കുന്നവരാണ് പോലീസുകാർ. എന്നാൽ കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അവർ എത്തിയത് മറ്റൊരു ദൗത്യത്തിനായിരുന്നു. ജീവനുകൾ രക്ഷിക്കാനുള്ള ദൗത്യം. ആശുപത്രി പരിസരത്ത് ഒരുമിച്ച് കൂടിയ നിരവധി പോലീസുകാരെ കണ്ട് ആദ്യം പലരും അമ്പരന്നു. സാധാരണ സുരക്ഷാ ചുമതലകളിൽ സജീവമായ പോലീസുകാർ ഇത്തവണ ഒരുമിച്ച് കൂടിയത് മറ്റൊരു ദൗത്യത്തിനായിരുന്നു. രക്തം നൽകി ജീവൻ രക്ഷിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം പകരാൻ. കേരള പോലീസും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച സംരക്ഷ മെഗാ രക്തദാന ക്യാമ്പിലായിരുന്നു പുനലൂർ സബ് ഡിവിഷനിലെ പോലീസുകാരുടെ സാന്നിധ്യം. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പ് പുനലൂർ ASP ഡോക്ടർ അപർണ IPS രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും കൂടെ ഒത്തുചേർന്നിട്ടാണ് സംരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള മെഗാ ബ്ലഡ് ഡോണർ ക്യാമ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരും ബാക്കി എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഞാനും ഇന്ന് രാവിലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഈ ഒരു പരിപാടി വിജയമാക്കാനും അതുപോലെ തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അഭ്യർത്ഥിക്കുന്നു. SHO സന്തോഷ് കുമാറിന്റെയും SI വൈശാഖിന്റെയും നേതൃത്വത്തിൽ നിരവധി പോലീസുകാർ ക്യാമ്പിൽ പങ്കാളികളായി. രക്തത്തിന്റെ ലഭ്യത കുറഞ്ഞ പലരും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പോലീസുകാരുടെ ഈ കൂട്ട രക്തദാനം ബ്ലഡ് ബാങ്കിന് വലിയ ആശ്വാസമായി. ആവശ്യമായ അളവിൽ രക്തം സംഭരിക്കാൻ കഴിഞ്ഞതായി ആശുപത്രി അധികൃതരും അറിയിച്ചു. നിയമപാലകരായി സമൂഹത്തെ സംരക്ഷിക്കുന്ന ഇവർ സ്വന്തം രക്തം നൽകി മറ്റൊരാളുടെ ജീവനും കാത്തുസൂക്ഷിക്കാമെന്ന സന്ദേശമാണ് ഇവിടെ നൽകിയത്. യൂണിഫോമിന്റെ കരുത്ത് നിയമം നടപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് മനുഷ്യജീവിതത്തോടുള്ള കരുതലിന്റെ പ്രതീകമാണെന്നും തെളിയിച്ച ഒരു ദിനം കൂടിയായി ഈ രക്തദാന ക്യാമ്പ് മാറി. സുധീഷ് കുമാർ, അമൃത ന്യൂസ്, കൊല്ലം.